ഈ കഴിഞ്ഞ കുറെ സമയങ്ങളിലായി, കഴിഞ്ഞ കുറെ ആഴ്ചകളിലായി കക്ഷി വലിയ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അധിക നേരം ഞാൻ അനീഷയുമായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടില്ല. കാരണം കക്ഷി എപ്പോഴും ബിസിയിലായിരിക്കും ഒഫീഷ്യൽ കാര്യങ്ങൾക്കായി. അപ്പോൾ ഞാൻ അതിന്റെ കാര്യമായ ഇത് മനസ്സിലാക്കാൻ വേണ്ടി അമ്മയുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ മകൾ അനീഷ്യ ഓഫീസിൽ വളരെ മാനസികമായ സമ്മർദ്ദം അനുഭവപ്പെടുകയാണ് അവരുടെ സീനിയർ ഓഫീസേഴ്സ് വഴി, സീനിയർ കളീഗ്സിന്റെ വഴി, അവരുടെ സീനിയർ ഓഫീസേഴ്സിന്റെ വഴി ഡെയിലി മാനസിക സമ്മർദ്ദമാണ്. അവരുടെ സീനിയർ ഓഫീസേഴ്സ് ഒരുമിച്ച് ചേർന്ന് കക്ഷിയെ ഒരു കോർണറിങ് ചെയ്ത് കക്ഷിയെ മെന്റലി ഹറാഷ് ചെയ്യുകയാണ്. അതിന്റെ സൈഡ് എഫക്ട്സ് വീട്ടിൽ വന്ന് തന്നെ കക്ഷിക്ക് എപ്പോഴും കരച്ചിലായിരിക്കും. ഇത് കണ്ട് അമ്മയ്ക്കും എപ്പോഴും മാനസിക വിഷമം ഉണ്ടാവാറുണ്ട്. ഞാൻ ചോദിക്കുമ്പോഴെല്ലാം അമ്മയ്ക്കും ഈ കാര്യം പറഞ്ഞ് എന്നോട് സഹതപിക്കാറുള്ളത്, സംസാരിക്കാറുണ്ട്. അനൂപ്, ഈ കുടുംബത്തിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു? ഇപ്പോൾ തൊഴിലിടത്തിൽ ഓഫീസിലുള്ള പ്രശ്നങ്ങൾ അത് ഒരു ഭാഗത്ത് ഉണ്ട്. ഇപ്പോൾ വീട്ടിൽ ഭർത്താവ് ജഡ്ജിയാണ്. അപ്പോൾ ഭർത്താവിനോട് ഒരുപക്ഷെ ഇതൊക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെ അവസാനിക്കുമായിരുന്നില്ലേ? അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ നിലയിൽ അന്വേഷിക്കാം, ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ചെയ്യാം. അത് ഭർത്താവ് അറിയാതെ പോയതാണോ? ഭർത്താവിനോട് ഈ ഗൗരവത്തിൽ അത് അവതരിപ്പിക്കാതിരുന്നതാണോ? എന്തുകൊണ്ടായിരിക്കാം ഭർത്താവിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവാതെ പോയത്? അത് ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ വികസിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, എപ്പോഴും ഓഫീസിലെ കാര്യങ്ങൾ ഭർത്താവിനോട് പറയാറുണ്ട്. ഭർത്താവ് നല്ല രീതിയിൽ സഹകരിക്കാറുണ്ട്. ഭർത്താവ് തന്റെ മുഴുവൻ സപ്പോർട്ടും അനീഷയ്ക്ക് കൊടുക്കാറുണ്ട്, സാന്ത്വനപ്പെടുത്താറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട്. ഈ കാര്യത്തിൽ ഭർത്താവിനോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്തു. അതാണ് എനിക്ക് അമ്മ വഴി അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഭർത്താവ് വളരെ സാവകാശം, ഇതിനൊരു ടൈം എടുത്ത് ഇതിനെ നമുക്ക് മെല്ലെ ഇതിനെ കൈകാര്യം ചെയ്യാം, ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താം എന്ന് സമാധാനത്തോടു കൂടി പറയുകയുണ്ടായി. അതിനുശേഷം അനീഷ്യ ഓഫീസിൽ പോയി. 19-ാം തീയതി ഒരു വലിയ ഇൻസിഡന്റ് ഉണ്ടായി. അതിന്റെ ഒഫീഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഈ ഫീൽഡിലുള്ളതല്ല. പക്ഷെ ഓഫീസിൽ വെച്ച് ഒരു ഓപ്പൺ എല്ലാവരുടെയും മുന്നിൽ, ജൂനിയർ ഓഫീസറിന്റെ മുന്നിൽ വെച്ച് ആ ഒരു മീറ്റിംഗിൽ കക്ഷിയെ മാനസികമായി വളരെ കക്ഷിയെ മാനസികമായി വേദനിപ്പിച്ചു. അത് മാനസികമായി കക്ഷിക്ക് വളരെ എഫക്റ്റ് ആയി. വീട്ടിൽ തിരിച്ചു വന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്നു. ആരോടും മിണ്ടിയില്ല. അത് വളരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കക്ഷി ഇങ്ങനെ ചെയ്യാൻ കാരണം. അനൂപ്, ഇതിൽ ആരൊക്കെയാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? ആരൊക്കെയാണ് നിങ്ങളുടെ സഹോദരിയുടെ മരണത്തിലേക്ക് നയിച്ച ആ സംഭവങ്ങൾ ആരൊക്കെയാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സിറ്റി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണോ? അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. വീട്ടിലും എല്ലാം ഇപ്പോൾ പോലീസ് വന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വാർത്തയിൽ കണ്ടു ക്രൈംബ്രാഞ്ചിനെ അത് ഹാൻഡ് ഓവർ ചെയ്തു എന്ന്. ഈ അന്വേഷണത്തിൽ ഞാനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു മാതൃക ആകേണ്ട കേസാണ്. കാരണം ഇതേപോലെ എൻ്റെ അനിയത്തി, എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ സ്വന്തം അനിയത്തിയാണ്. ഞാൻ ഒരുമിച്ച് പഠിച്ചു വളർന്ന എൻ്റെ ഒരു അനിയത്തിയേക്കാൾ ഉപരി വളരെ നമ്മളൊരു ഫ്രണ്ട്സ് പോലെ ആയിരുന്നു. ആ കുട്ടിയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതൊരിക്കലും ഇനി തിരിച്ചു വരില്ല. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, കക്ഷിയെടുത്ത ഈ എക്സ്ട്രീം സ്റ്റെപ്പിന് ഒരു ഫലമുണ്ടാകണം. ഇതേപോലൊരു രണ്ടാമതൊരു കേസ് ഒരിക്കലും മറ്റൊരു സ്ത്രീക്ക് അനുഭവപ്പെടരുത്. അവരുടെ സീനിയർ ഓഫീസേഴ്സിന്റെ ഈ ക്രൂരമായ ബിഹേവിയർ കൊണ്ട് ഒരു സ്ത്രീക്കും ഇതേപോലൊരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്.
അവളുടെ മരിച്ചുപോയ അവളുടെ ആത്മാവിന് എങ്കിലേ ശാന്തി ലഭിക്കുകയുള്ളൂ, എങ്കിലേ അതിന് ശാന്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു ഈ ഒരു അന്വേഷണം നല്ല രീതിയിൽ പോകുകയും ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസറിനെ പണിഷ് ചെയ്യുകയും ചെയ്യണം എന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഏത് രീതിയിലും എവിടെ വേണമെങ്കിലും പോകാൻ ഞാനിപ്പോൾ മാനസികമായി തകർന്നിരുന്ന അവസ്ഥയാണ്. എന്നിട്ട് വരെ ജനജീവിയിൽ നിന്ന് ഞാനിത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായത് ഈ ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ്.